6% മാത്രം ഭൂമി കൈവശമുണ്ടായിരുന്ന ജൂതർക്കാണ് 56% ഭൂമി കൊടുക്കുന്നത്. മാത്രമല്ല കുതുസടങ്ങുന്ന പ്രദേശം അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുമാക്കി. മുസ്ലിം ലോകം പ്രതിഷേധിക്കുമ്പോഴും 1948 മാർച്ച് 14 ടെല്ലവീവിൽ സയനിസ്റ്റ് കോൺഫറൻസ് ചേർന്നുകൊണ്ട് ഇസ്രയേൽ എന്ന രാജ്യം രൂപപ്പെട്ടതായി പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് വരെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് സ്വൈരമായി കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് 1967 മുതൽ അതിശക്തമായ ആക്രമണങ്ങളാണ്. ആ ആക്രമണത്തിൽ എത്രയോ പ്രദേശങ്ങൾ അവർ കയ്യേറി. അന്താരാഷ്ട്ര മേഖല എന്ന് അവകാശപ്പെട്ടിരുന്ന പ്രദേശം പോലും കൈയടക്കി. ഈ കൈയടക്കൽ നിരന്തരം തുറന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു അതിരും വരമ്പും കൃത്യമായി നിശ്ചയിച്ചു കൊടുത്തു. കൃത്യമായ അതിർപ്രദേശങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ട് പോലും ഖുദ്സിന്റെ മണ്ണ് അവർ കൈയടക്കി. മാത്രമല്ല അതിനപ്പുറത്തേക്ക് പിന്നെയും ഇപ്പോൾ ഗാസ കുന്നുകൾ പിടിച്ചടക്കാൻ വേണ്ടി ഒരു കാലത്ത് അവർ പിടിച്ചടക്കി. പിന്നെയും സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിച്ചുകൊണ്ട് PLOയുടെയും അതുപോലെ തന്നെ ഹമാസിന്റെയും അവിടെയുള്ള സംഘടനകളുടെയും എതിർപ്പിന്റെ ഫലമായി ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചിടപെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്രാവകാശവും അല്പം ഭൂമിയും വകവെച്ചു കൊടുത്തു. അതുപോലും കടന്നു പിടിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതൊരു പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇസ്രായേൽ രൂപപ്പെട്ടത്, ആ പ്രമേയം പോലെ വെടിനിർത്തണമെന്ന പ്രമേയം UN കൊണ്ടുവരുമ്പോൾ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. പുറങ്കാല് കൊണ്ട് തട്ടുന്നു. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് സത്യത്തിൽ 45 ലക്ഷം വരുന്ന പലസ്തീനികൾ ലോകത്ത് ചിതറിക്കിടക്കുകയാണ്. 26,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ള പ്രദേശം, 26,000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് നിന്ന് മുസ്ലിംകൾ മുഴുവൻ ആട്ടിയകറ്റി ലോകത്തിന്റെ പല ഭാഗത്തുമാണ് അവർ കിടക്കുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി അവർ മാറിയിരിക്കുന്നു. കുറെ ലെബനോണിൽ, അതുപോലെ കുറെ സിറിയയിൽ, കുറെ ഈജിപ്തിൽ 42 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ, 17 ലക്ഷത്തിലധികം ആളുകൾ ജോർഡാനിലുണ്ടെന്നാ പറയുന്നത്. 17 ലക്ഷത്തിൽ പരം ആളുകൾ ജോർഡാനിൽ, ലെബനോണിലും സിറിയയിലുമായി 4 ലക്ഷത്തിലധികം, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ടെന്റുകൾ കെട്ടി താമസിക്കുന്ന പാവങ്ങൾ 16 ലക്ഷത്തിലധികം ടെന്റുകൾ കെട്ടി താമസിക്കുന്നു. സ്വന്തം നാട്ടിൽ വീട് വെച്ചാൽ ബോംബിട്ട് തകർക്കുക, ആശുപത്രി ബോംബിട്ട് തകർക്കുക, സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയെ വെടിവെച്ച് കൊല്ലുക. എത്രത്തോളം ആ രാജ്യത്ത് ചെക്ക് പോയിന്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു രാജ്യത്ത് 100 കണക്കിന് ചെക്ക് പോയിന്റുകൾ. ഒരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പോലും ചെക്ക് പോയിന്റ് കടക്കണം. ഈ ചെക്ക് പോയിന്റിൽ പറന്നു വീടുന്ന കുട്ടികളുണ്ട്. പാവപ്പെട്ട ഉമ്മമാർ ഗർഭം ധരിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ചെക്ക് പോയിന്റിൽ പ്രസവിച്ച അവസ്ഥ, അവിടെ മരിച്ചു വീണ അവസ്ഥ, ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്നു. മതിൽ കെട്ടി മനുഷ്യനെ വേർതിരിച്ചിട്ട് ഒരു ആശുപത്രിയിൽ പോകാൻ കിലോമീറ്ററുകളും താണ്ടേണ്ട അവസ്ഥ. എത്ര വലിയ പീഡനമാണ് ഒരു സമൂഹത്തിന് കൊടുക്കുന്നത്. നിരന്തരമായ പീഡനം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടെ ഈ രീതിയിലുള്ള വമ്പിച്ച ആക്രമണങ്ങളും. ഇന്ന് ആ ഷാബ്ര അതുപോലെ തന്നെ ഷത്തീല പോലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിട്ടിട്ട് മനുഷ്യന്റെ മക്കളെ കൊന്നു കുടിച്ചു മൂടിയതിന്റെ ചിത്രം ലോകത്തൊരുപാട് പത്രങ്ങളും മീഡിയകളും പുറത്തു കൊണ്ടുവന്നു. ഈ അവസ്ഥയിൽ അവർക്ക് വേണ്ടി പൊരുതിരുന്ന ഷെയ്ഖ് യാസീനെ കൊന്നു. നിരവധി ആളുകളെ അവർക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന നിരവധി നേതാക്കളെ മുഴുവൻ, അറഫാത്തിനെ കൊന്നതല്ലേ, അബ്ദുൽ അസീസ് റന്തീസിയെ കൊന്നതല്ലേ, ആ നേതാക്കളെ മുഴുവൻ പ്രതിരോധ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ കൊന്നു കുഴിച്ചുമൂടി. അതുപോലെ ഒരുപാട് ആളുകളെ, ഇസുദ്ദീൻ ഖലീലിനെ പോലുള്ള ആളുകളെ ചരിത്രത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ച പ്രതിഭാസമ്പന്നരായ നേതാക്കളെ മുഴുവൻ കൊന്നൊടുക്കി. ആ രാജ്യത്തിന്റെ മക്കൾക്ക് ഭൂമി ഇല്ലാതെയാക്കി. ഇപ്പോൾ എന്ത് ന്യായമാണ് അമേരിക്ക ചെയ്യുന്ന ഈ പ്രവർത്തനത്തിനുള്ളത്? ഒരു ഭാഗത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോ മൗനാനുവാദം അമേരിക്ക കൊടുക്കുമ്പോ ഇറാഖിന്റെ മണ്ണിൽ അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചു തൂക്കി. അവിടെ അവർ ജനാധിപത്യം നടപ്പാക്കുന്നുവത്രേ. മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഭീകരവാദികളും തീവ്രവാദികളുമാക്കുമ്പോ പ്രതിരോധത്തിന് വേണ്ടി ചെറുത്തുന്നാൽ ഭീകരത. ചെറിയ ചെറിയ കൽച്ചീളുകൾ കൊണ്ടാണ് അവർ പൊരുതുന്നത്. ഇന്തിഫാദയുടെ ഉണർവ് കൊച്ചുകുട്ടികളിൽ പോലും നിങ്ങൾ കണ്ടില്ലേ? ചെറിയ ചെറിയ കുട്ടികൾ, വിമാനം പോലും പറഞ്ഞാൽ പേടിച്ചകത്തിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ പ്രായത്തിലുള്ള മക്കൾ കൊച്ചു കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാൻഡറ്റുകൾക്കെതിരെ പൊരുതുന്നു, തോക്കുകൾക്കെതിരെ പൊരുതുന്നു. വിമാനവാഹിനി അതുപോലെ തന്നെ അപകടകരമായ എന്ത് ആയുധങ്ങൾ അവർ കൊണ്ടുവന്നാലും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിശക്തമായ കൽച്ചീളുകൾ കൊണ്ട് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന മക്കളെ കണ്ടില്ലേ നിങ്ങൾ? ആ മക്കളുടെ മനസ്സ് പോലും അങ്ങനെയായി. അതിന്റെ പേര് തീവ്രവാദമെന്നായി. കഴുത്ത് ഞെരിക്കുന്നവന്റെ കഴുത്ത് ഒന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി കൈക്ക് കടിച്ചാൽ തീവ്രവാദമായി, അത് ഭീകരവാദമായി. അതിനെ ഭീകരവാദമെന്നോ തീവ്രവാദമെന്നോ പേരിട്ട് മുസ്ലിം സമൂഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു. അതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രവർത്തനം അതാ. എല്ലാ വിഭാഗം ആളുകളും, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഈ രാജ്യം നിലവിൽ വന്നപ്പോൾ ആദ്യം അതിനെ അംഗീകരിച്ചു. അതിന് അംഗീകാരം